ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ള പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. The profit or loss of a firm should be distributed among the partners in an agreed ratio. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച റേഷ്യോയിലാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വീതിക്കേണ്ടത്. ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഓർ ഇഫ് ഇറ്റ് ഈസ് സൈലൻറ്റ്, the profit or loss of the firm should be distributed among the partners in the equal ratio. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് റേഷ്യോയെ സംബന്ധിച്ച് കൃത്യമായ വിവരണം പറയുന്നില്ലെങ്കിൽ ഇത് വീതിക്കേണ്ടത് ഈക്വൽ റേഷ്യോയിൽ ആയിരിക്കും. പ്രോഫിറ്റ് ഓർ ലോസ് പാർട്ട്നേഴ്സിനിടയിൽ വീതിച്ചു കൊടുക്കുന്നതിന് മുമ്പായി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്നേഴ്സ്, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതായിരിക്കും. ചില സന്ദർഭത്തിൽ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുവാനുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടതും ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിച്ച് നൽകുന്നതിന് മുമ്പായി ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ നിന്ന് മേൽപ്പറഞ്ഞ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഓരോ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലും എത്ര നെറ്റ് പ്രോഫിറ്റ് വീതിക്കണം അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര വീതിച്ച് കൊടുക്കണം എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അടുത്തതായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു മാതൃക നമുക്ക് പരിചയപ്പെടാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഈ ഒരു മാതൃക നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ മാതൃകയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. മറ്റേതൊരു അക്കൗണ്ട് പോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ടായിരിക്കും. ഇവിടെ ഡെബിറ്റ് സൈഡുമുണ്ട്, ഇവിടെ ക്രെഡിറ്റ് സൈഡുമുണ്ട്. ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന പ്രോഫിറ്റ് രേഖപ്പെടുത്തുന്നത്. ലോസാണ് നൽകിയതെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ശേഷം നൽകിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്നേഴ്സ്, കമ്മീഷൻ, മറ്റ് റെമ്യൂണറേഷനുകളുണ്ടെങ്കിൽ അതെല്ലാം, അത് കഴിഞ്ഞതിന് ശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ശേഷം ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ബാലൻസിങ് ഫിഗർ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള അഗ്രീഡ് റേഷ്യോയിൽ വിതരണം ചെയ്യുന്നു. ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമുക്കാദ്യമായി ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഓൺ 1st January 2003, അരുൺ ആൻഡ് അനിൽ എൻറ്റേർഡ് ഇൻ ടു എ പാർട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് ₹20,000 and ₹30,000 റെസ്പെക്റ്റീവ്ലി ആൻഡ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 1:2. ഇതിൽ ഈ പാർട്ട്നേഴ്സിൻ്റെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് അഥവാ ക്യാപിറ്റൽ 20,000 എന്നും 30,000 എന്നും തന്നിട്ടുണ്ട്. ഇത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. കൂടാതെ അവരുടെ റേഷ്യോയും തന്നിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്രദമാണ്. അതോടൊപ്പം തന്നെ റേഷ്യോ നിർബന്ധമായിട്ടും നിങ്ങൾക്കറിയാം, ഇതൊരു അഗ്രീഡ് റേഷ്യോ ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വീതിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അരുൺ ഈസ് ടു ബി അലൗഡ് എ സാലറി ഓഫ് ₹6,000 പെർ ഇയർ. അരുണിൻ്റെ സാലറി 6,000 ആണ് ഒരു വർഷത്തിലേക്ക്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ട ഒരു ഐറ്റമാണ് അരുൺസ് സാലറി എന്നുള്ളത്. മറ്റൊന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 5% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 പേർക്കും ഉണ്ട്, അരുണിനും ഉണ്ട്, അനിലിനും ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായി അരുണിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 20,000 × 5/100.
അഥവാ 1000. രണ്ടാമതായി അനിലിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 30,000 ഇൻറ്റു 5/100 അഥവാ 1500. Anil is entitled to receive a commission of ₹2,000. അനിൽ 2000 കമ്മീഷൻ സ്വീകരിക്കുന്നുണ്ട്. അനിൽ മാത്രമാണ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഈ ഐറ്റം കാണിക്കുന്നു. ഡ്യൂറിങ് ദ ഇയർ അനിൽ വിഡ്രോ ₹2,000, അരുൺ 2,500. വിഡ്രോവൽസ് ഉണ്ട്. 2000 അനിലുണ്ട്, 2,500 അരുണും ഉണ്ട്. ഈ വിഡ്രോവൽസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. അതേസമയം ഇതിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം ബീങ് ₹40 ആൻഡ് ₹50 റെസ്പെക്റ്റീവ്ലി. ഇതിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് അഥവാ അനിലിന് ₹40, അരുൺ ₹50, ഈ രണ്ട് തുകകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കണം. പ്രോഫിറ്റ് ഇൻ 2003 ബിഫോർ ദി എബോവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വാസ് ₹15,000. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കഴിയുന്നതിന് മുമ്പ്, മേൽപ്പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് നൽകുന്നതിന് മുമ്പ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതുണ്ട്. അപ്പോഴുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള പ്രോഫിറ്റും ലഭിച്ചു. ചോദ്യം ഇതാണ്: യു ആർ റിക്വയർഡ് ടു പാസ് നെസസറി ജേർണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ദ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ജേർണൽ എൻട്രി തയ്യാറാക്കാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനും ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളിവിടെ തയ്യാറാക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മാത്രമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ മാതൃകയിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഥവാ പ്രോഫിറ്റ് 15,000 ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ശേഷം ഡെബിറ്റ് സൈഡിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അരുൺ 1000, അനിൽ 1,500, മൊത്തം 2,500 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ശേഷം ഡെബിറ്റ് സൈഡിൽ അരുൺസ് സാലറി 6,000, നേരത്തെയുള്ള അനിലിൻ്റെ കമ്മീഷൻ 2,000 രേഖപ്പെടുത്തി വെക്കുന്നു. അതോടൊപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അരുൺ 50, അനിൽ 40, മൊത്തം ₹90 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും രേഖപ്പെടുത്തി വെക്കുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് രേഖപ്പെടുത്തി വെക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ശേഷം കൂടുതലുള്ള ഭാഗം അഥവാ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ 15,090 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നു. ഇത് ഡെബിറ്റ് സൈഡിൻ്റെ എമൗണ്ടിലേക്ക് മാറ്റുന്നു. ശേഷം ലഭിക്കുന്ന ബാലൻസ്, ഈ ബാലൻസാണ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആയിട്ട് വരുന്നത്. 4,590 അരുണിന് 4,590 1/3 അഥവാ നമ്മുടെ റേഷ്യോ 1:2 എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ 4,590 1/3 ഭാഗമായ 1,530 അരുണിനും 4,590 2/3 3,060 അനിലിനും നൽകുന്നു. ഈ തുകകൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ അരുണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഒരു മാതൃക നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അഥവാ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. ലഭിച്ചിരിക്കുന്ന തുക ഇങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്യുന്നു, 1,530. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലുള്ള പ്രോഫിറ്റിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതുന്നത്. ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലങ്ങൾ ഇതോടൊപ്പം അനുബന്ധമായി നൽകിയിട്ടുള്ള PDF രൂപത്തിലുള്ള നോട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രോബ്ലങ്ങൾ കൂടുതലായി വർക്കൗട്ട് ചെയ്ത് നന്നായി പഠിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.